നമസ്കാരം, മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. ബാലതാരമായി മലയാള സിനിമയിലെത്തി മലയാളികളുടെ മനസ്സ് കവർന്ന നടനാണ് കാളിദാസ്. മലയാളത്തേക്കാൾ തമിഴകത്താണ് ഇപ്പോൾ കാളിദാസ് ജയറാം വിജയിച്ചു മുന്നേറുന്നത്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിൽ ജയറാമിന്റെ മകനായ കഥാപാത്രം തന്നെയാണ് കാളിദാസ് അഭിനയിച്ചത്. തുടർന്ന് എന്റെ വീട് അപ്പുവിന്റെയും എന്ന ചിത്രത്തിലും കാളിദാസ് അഭിനയിച്ചു. എന്നാൽ പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കാളിദാസ് മലയാളത്തിൽ അഭിനയിച്ചത്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കാളിദാസ് ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ഇപ്പോൾ ചെന്നൈയിൽ സെറ്റിൽഡ് ആണ് ജയറാമും കുടുംബവും. തുടക്കത്തിൽ സാലിഗ്രാമത്തിലെ ഒരു ഫ്ളാറ്റിലായിരുന്നു പാർവതിയും മക്കൾക്കുമൊപ്പം ജയറാമിന്റെ താമസം. പിന്നീട് ചെന്നൈ വത്സരാവക്കത്ത് ആണ് ജയറാം വീട് പണിതത്. 25 വർഷത്തോളം പഴക്കമുള്ള വീട് വിക്ടോറിയൻ സ്റ്റൈലിൽ ഉള്ളതാണ്. അശ്വതി എന്നാണ് വീടിന്റെ പേര്. ഇപ്പോഴിതാ താൻ കളിച്ചു വളർന്ന ചെന്നൈ വീടിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന കാളിദാസ് ജയറാം. പെരുമ്പാവൂരിലെ വീട്ടിൽ വന്നാൽ 2 ദിവസത്തിൽ കൂടുതൽ നിൽക്കാൻ തോന്നാറില്ലെന്നും ചെന്നൈ വിട്ട് മറ്റിടങ്ങളിലേക്ക് പോകുന്നത് തന്നെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണെന്നും കാളിദാസ് പറയുന്നു. ഫാമിലിയിലെ എല്ലാവരും വളരെ സ്പിരിച്വലാണ്. അതിന്റെ ചെറിയ ഇൻഫ്ലുവൻസും ഉണ്ട്. കോമ്പൗണ്ടിലുള്ള എല്ലാ മരങ്ങളും അപ്പ തന്നെ സെലക്ട് ചെയ്ത് വാങ്ങി നട്ടതാണ്. അമ്മയ്ക്കും മരങ്ങളും ഗ്രീനറിയും എല്ലാം വളരെ ഇഷ്ടമാണ്. മുറ്റത്തുള്ള 2 മരങ്ങൾക്ക് എന്റെയും ചക്കിയുടെയും പേരാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം സാലിഗ്രാമത്തിലെ ഒരു ഫ്ളാറ്റിലായിരുന്നു ഞങ്ങളുടെ താമസം. ഈ വീട്ടിലേക്ക് മാറിയിട്ട് 25 വർഷം പിന്നിടുന്നു. വളരെ സ്പെഷ്യലാണ് ഈ വീട്. ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിക്കാൻ ഞാൻ ആദ്യമായി പോയതും എന്റെ കോളേജ്, സ്കൂൾ മെമ്മറിയും എല്ലാം ഈ വീടിനോട് ചേർന്നാണുള്ളത്. എന്റെ ഉയർച്ച താഴ്ചകളും ഈ വീട് കണ്ടിട്ടുണ്ട്. ഓരോ കോർണറിനും ഓരോ കഥ പറയാനുണ്ട്. കേരളത്തിൽ അപ്പ ഫാമിംഗ് ചെയ്യുന്നുണ്ട്. പെരുമ്പാവൂരിൽ അപ്പയ്ക്ക് കന്നുകാലികളും മറ്റുമുള്ള ഒരു ഫാമുണ്ട്. അവിടെ പോയാൽ 2 ദിവസത്തിനുള്ളിൽ കൂടുതൽ നിൽക്കാറില്ല. അതെനിക്ക് ബുദ്ധിമുട്ടാണ്. സുഹൃത്തുക്കളെ കാണാനുള്ള തോന്നൽ വരും. ചെന്നൈ വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയാൽ തന്നെ സുഖം തോന്നില്ല. എനിക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒട്ടുമിക്ക സെലിബ്രിറ്റികളും ഞങ്ങളുടെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരെയെല്ലാം കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. അത് കാണുമ്പോൾ തന്നെ അമ്മ ഓടും. തെന്നാലി ഷൂട്ടിന്റെ സമയത്ത് കമൽഹാസൻ സാർ വീട്ടിൽ വന്നിട്ടുണ്ട്. അതൊന്നും അദ്ദേഹത്തിന്റെ പ്രശസ്തിയുടെ ആഴം അറിയില്ലായിരുന്നു. ആദ്യം ഈ വീടിന് ഒരു ഫ്ലോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ സമ്പാദിച്ചു തുടങ്ങിയ ശേഷമാണ് ജിമ്മും തിയേറ്ററും ഉൾപ്പെടുത്തി വീട്ടിൽ പുതിയ റൂമുകളും നിലയും പണിതത്. ഒരു വിക്ടോറിയൻ സ്റ്റൈലിലാണ് വീട് പണിതിരിക്കുന്നത്. യാത്രകൾ പോകുമ്പോഴാണ് വീട്ടിലേക്ക് വേണ്ട ഓരോ സാധനങ്ങളും അപ്പയും അമ്മയും വാങ്ങിയിരുന്നത്. അപ്പ ഷൂട്ടിന്റെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയാണ് വീട് പണിയുടെ കാര്യങ്ങൾ ആ സമയത്ത് നോക്കി നടത്തിയിരുന്നത്. ഞാനാണ് ചക്കിയേക്കാൾ കുസൃതി. പക്ഷെ അപ്പയും അമ്മയും ഞങ്ങളെ അടിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം മാത്രമാണ് അമ്മയുടെ കയ്യിൽ നിന്നും അടി കിട്ടിയത്. കാറുകളോട് ഭ്രാന്തമായ ക്രേസ് ഉണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും ഇഷ്ടമാണ്. എല്ലാ ടൈപ്പ് കാറുകളും വാങ്ങാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അത് സാധ്യമാകുന്ന കാര്യമല്ലല്ലോ എന്നും കാളിദാസ് ജയറാം പറയുന്നു.